ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. വീട്ടിലുള്ള പാത്രങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിന് വരെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അത്രയ്ക്ക് വളരെ സിമ്പിളാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് നോക്കുക. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഈവനിങ്ങിനൊന്നും ചായക്ക് കുട്ടികൾക്കൊന്നും കൊടുക്കാനില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ വല്ല ഫോർക്കോ സ്പൂണോ എന്ത് വെച്ചാണെങ്കിലും ഇതൊന്ന് അത്യാവശ്യം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 3 മിനിറ്റോളം തന്നെ ഇതിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ഫ്ലഫി ആയിട്ട് കിട്ടും. ഇത് മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൈകൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുത്താൽ മതി. പഞ്ചസാര നല്ലപോലെ ഒന്ന് മെൽറ്റായി കിട്ടണം. അതിനാണ് നമ്മൾ പൊടിച്ചിട്ട് ചേർക്കുന്നത്. പൊടിക്കാതെ ചേർക്കുകയാണെങ്കിൽ അപ്പോൾ ഒരുപാട് റിസ്ക് ആയിരിക്കും നമുക്കിത് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇവിടെ ഞാനൊരു 3 മിനിറ്റോളം തന്നെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ കളറൊക്കെ കണ്ട നല്ലപോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ നേരിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചേർത്ത് കൊടുക്കരുത്. റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തണുപ്പൊന്ന് പോയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇത് തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക, അതായത് അപ്പക്കാരം. അതെല്ലാവരും വീട്ടിലുള്ളതല്ലേ, ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, അതായത് ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഒട്ടും കട്ടകളില്ലാതെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ അതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കേക്ക് ടിന്നിന് പകരം എടുത്തിട്ടുള്ളത് ഒരു ടിഫിൻ ബോക്സാണ്. നമ്മുടെ കുട്ടികളൊക്കെ ചോറ് കൊണ്ടുപോകണ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് ഓയിൽ തടവിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡാക്കിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ കേക്കിൻ്റെ ബാറ്ററൊക്കെ കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ടൊന്ന് തട്ടണ പോലെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഞാനൊന്ന് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ബദാമോ പിസ്തയോ ടൂട്ടി ഫ്രൂട്ടി എന്തുണ്ടെങ്കിലും ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്കൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ചിട്ട് ഒരു 30 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഒരു 5 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക, എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അപ്പോൾ അത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കായിക്കണമെന്ന് നോക്കാം. കേക്ക് എപ്പോഴും നമ്മൾ ബേക്കായിക്കണമെന്ന് നോക്കേണ്ടത് സെൻറ്റർ ഭാഗത്ത് കുത്തി നോക്കണം, അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് അറിയുള്ളൂ. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതാ കേക്കൊക്കെ നല്ലപോലെ തണുത്ത് കേക്ക് ടിന്നിൽ നിന്നൊന്ന് മാറ്റിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്, അതൊന്ന് ഞാൻ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ലെവലായിട്ട് കിട്ടുള്ളൂ.
നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടാണ് നമുക്ക് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ്. ഇതിൽ കൂടുതലായിട്ടൊന്നും ചേർത്തിട്ടില്ല. ഇതിൽ ചേർത്തതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തയ്യാറാക്കി നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു കേക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ കേക്ക് ഓവനിലൊക്കെ തയ്യാറാക്കിയിട്ടുള്ള അതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യുന്ന നേരത്ത് നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. എന്നാലേ നല്ല പോലെ ചൂട് തട്ടുള്ളൂ. അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടുള്ളൂ. ഇതുവരെ കേക്ക് ഉണ്ടാക്കിയിട്ട് റെഡിയാകാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇതേ രീതി ഒന്ന് ഫോളോ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കുള്ള ആവശ്യത്തിന് നമുക്ക് തന്നെ നമ്മളെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.